സുനാമി ദുരന്തത്തിൽ മരവിച്ച മനസ്സുമായി അവശേഷിച്ചവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. ഭീതിയുടെ തിരയിളക്കം നിലയ്ക്കാത്ത മനുഷ്യ മനസ്സുകളിൽ പ്രതീക്ഷയും ശാന്തിയും നിറച്ച് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും മാതാ അമൃതാനന്ദമയി മഠവും സ്വയം പര്യാപ്തതയുടെ പുതിയ പാഠങ്ങൾ കൂടി പകർന്നു നൽകി. അന്നത്തെ ആ മികച്ച മാതൃക മഠം ഇന്നും തുടരുകയാണ്. സുനാമിക്ക് ശേഷം ദുരിതബാധിതരെ ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ ബുദ്ധിമുട്ടുകൾ ചെറുതായല്ല വലച്ചത്. ഡോക്ടർമാർ ഇതിനെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് വിളിച്ചു. ഈ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ കടലെടുത്ത ജീവനുകളേക്കാൾ ഏറെ കരയിൽ ഇനിയും ജീവനുകൾ സ്വയം ഇല്ലാതാകുമെന്ന് അമ്മ മനസ്സിലാക്കി. ഭയത്തിൻ്റെ കരിനിഴൽപ്പാടുകൾ മനുഷ്യ മനസ്സുകളിൽ നിന്ന് നീക്കാൻ അമ്മ പ്രത്യേക സംഘത്തെ സജ്ജമാക്കി. വിദഗ്ധ ഡോക്ടർമാരും മനഃശാസ്ത്രജ്ഞരും മനോരോഗ വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരുമടങ്ങുന്ന സംഘം സുനാമി ഗ്രാമങ്ങളിലെ വീടുകളിലും ക്യാമ്പുകളിലുമെത്തി കൗൺസിലിംഗ് ആരംഭിച്ചു. കടൽ കണ്ടു വളർന്ന തീരദേശത്തെ കുട്ടികൾ സുനാമിക്ക് ശേഷം വെള്ളത്തെ വല്ലാതെ ഭയന്നു തുടങ്ങിയപ്പോൾ അമ്മ നേരിട്ട് അവരെ നീന്തൽ പരിശീലിപ്പിച്ച് ഭയമകറ്റി. കുട്ടികളെ ഒന്നിച്ചു ചേർത്ത് ആടിയും പാടിയും കളിച്ചും ചിരിച്ചും ധ്യാനവും യോഗയും പരിശീലിപ്പിച്ചും ആ നശിച്ച ദിവസത്തെ മറക്കാൻ അമ്മ പഠിപ്പിച്ചു. പഠിക്കാനും വരയ്ക്കാനും വേണ്ടവയൊക്കെ നൽകി വീണ്ടും അവരെ സ്കൂളിലേക്ക് അയച്ചു. സമ്പാദ്യമത്രയും കടലെടുത്തതോടെ മക്കളുടെ വിവാഹ സ്വപ്നങ്ങൾ വരെ അസ്തമിച്ച മാതാപിതാക്കൾക്കും അമ്മ താങ്ങായി. പൊന്നും പുടവയും നൽകി മക്കളെ സുമംഗലികളാക്കി. കടൽ മാത്രം വരുമാനമാർഗമായിരുന്ന മത്സ്യത്തൊഴിലാളികളെ മറ്റു തൊഴിലുകളും അഭ്യസിപ്പിച്ചു. വനിതകളെ തുന്നലും കമ്പ്യൂട്ടറും പാരാമെഡിക്കൽ കോഴ്സുകളും മറ്റ് സ്വയം തൊഴിലുകളും പരിശീലിപ്പിച്ചു. യുവാക്കളെ ഡ്രൈവിംഗും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികളുമൊക്കെ പഠിപ്പിച്ചു. അമൃതയുടെ പല സ്ഥാപനങ്ങളിലായി ഇവരിൽ പലർക്കും തൊഴിലും നൽകി. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പുതിയ ബോട്ടുകൾ വാങ്ങി നൽകി. സുനാമിക്ക് ശേഷം ആശ്രമം രൂപം നൽകിയ സ്വയം തൊഴിൽ സംഘങ്ങൾ ഇന്ന് നാട്ടിലെ ഏറ്റവും വലിയ മാതൃകാ വനിതാ കൂട്ടായ്മയായ അമൃതശ്രീയായി പേരെടുത്തിരിക്കുന്നു. സുനാമിക്ക് ശേഷം തുടങ്ങിയ സഹായങ്ങളുടെ തുടർച്ച ഇന്നും ആശ്രമം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ നിരവധി യുവതീ യുവാക്കൾക്ക് മംഗല്യഭാഗ്യവും നിർധനർക്കും അശരണർക്കും വേണ്ട സഹായങ്ങളും വിതരണം ചെയ്യുന്നു. സുനാമിക്ക് ശേഷം വാടിത്തളർന്ന ജീവിതങ്ങളിൽ ആത്മവിശ്വാസം പകർന്ന പ്രതീക്ഷയുടെ പച്ചപ്പ് നിറച്ച അമ്മ ഇവരുടെ കൺകണ്ട അമൃതേശ്വരിയാകാതിരിക്കുന്നത് പിന്നെങ്ങനെയാണ്? സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.